നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടേം കണക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിതിന് മുന്നേ നമുക്ക് 2 ടേം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേമുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഈ ഒരു സീക്വൻസിൻ്റെ ഓൺലി 1 ടേം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മറ്റുള്ള ഒരു ടേമുകൾ തമ്മിലുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സം ഓഫ് ദ ടേംസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സെക്കൻഡ് ടേം നമ്മൾ 5 ആയിട്ട് എടുത്തു. കോമൺ ഡിഫറൻസ് എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. ഇപ്പോൾ വെറുതെ ഒരു ടേം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അതിൻ്റെ തൊട്ടടുത്ത ടേം എന്തായിരിക്കും, അതിന് മുന്നിലത്തെ ടേം എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ 1 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 5 നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം 6, അതിന് തൊട്ട് മുന്നത്തെ ടേം 4 ആയിരിക്കും അല്ലേ. അപ്പോൾ 4, 5, 6. ഇനി കോമൺ ഡിഫറൻസ് 2 ആണെങ്കിലോ 5 നമ്മുടെ മിഡിൽ ടേം ആയിട്ട് നിർത്തുക. അപ്പോൾ 5 + 2 7. അതിന് തൊട്ട് മുന്നിലുള്ള ടേം എന്തായിരിക്കും, 3 ആയിരിക്കും. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ഹാഫ് ആയിട്ട് എടുക്കാം. ഹാഫ് ആണെങ്കിൽ നമ്മുടെ മിഡിൽ ടേം 5 തന്നെയാണ്, അടുത്ത ടേം 5.5ഉം അതിന് തൊട്ട് മുന്നിലത്തെ ടേം 4.5 ആയിരിക്കും. ഇനി കോമൺ ഡിഫറൻസ് √2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 5 + √2ഉം തൊട്ട് മുന്നത്തെ ടേം 5 - √2 ആണ്. ഇനി കോമൺ ഡിഫറൻസ് -1 ആണെങ്കിലോ 5 + -1, അപ്പോൾ എന്ത് വരും, 4 വരും. അതുപോലെ 5 - -1 എന്ന് പറയുമ്പോൾ 6 അല്ലേ. 6, 5, 4, 1 ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ മിഡിൽ ടേം നമ്മൾ 5 അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് നമ്മൾ 1, 2 അങ്ങനെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് എടുത്തപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സീക്വൻസുകൾ കിട്ടി. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എല്ലാത്തിനും വ്യത്യാസമാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കിയേ, ഓരോ കേസിലും നമ്മുടെ ഫസ്റ്റും തേർഡും 3 ടേം ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടേം, ഇതിന് മിഡിൽ ടേം, ഇത് നമ്മുടെ ലാസ്റ്റ് ടേം, തേർഡ് ടേം. ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇതിൽ നമ്മളത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 4 + 6 10. അപ്പോൾ ഇവിടെ നോക്കിയേ, 3 + 7 10. 4.5 5.5 എന്ന് പറയുമ്പോഴും 10. 5 - √2 + 5 + √2, അതും -√2 + √2 ക്യാൻസലായി പോയിട്ട് 10 വരും. ഇതിൽ നോക്കിയേ 6 + 4 10. നമ്മൾ പല തരത്തിലാണ് ഈ സീക്വൻസുകൾ എഴുതിയത് അല്ലേ. പക്ഷേ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്മൾ, അതായത് തേർഡ് ടേമും നമ്മൾ ആഡ് ചെയ്തപ്പം നമുക്കിവിടെ എന്ത് കിട്ടി, എല്ലാം 10 10 കിട്ടി. ഈ 10 എന്ന് പറയുന്നത് എന്താണ്, 2 ടൈംസ് നമ്മുടെ മിഡിൽ ടേം. മിഡിൽ ടേം എന്തായിരുന്നു, 5 അല്ലേ. ഇവിടെ നമ്മൾ 5 ഒരു പ്രാവശ്യം ആഡ് ചെയ്തു, 5 ഒരു പ്രാവശ്യം ഇവിടെ സബ്ട്രാക്ട് ചെയ്തു അല്ലേ, അതാണ് ചെയ്തത്. അപ്പോൾ മിഡിൽ ടേം എന്തായിരുന്നു, അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റും തേർഡും. കണ്ടോ, ഫസ്റ്റും തേർഡും ടേമുകളുടെ സം എന്ന് പറയുന്നത്. ഇനി നമ്മൾ 3 ടേമിൻ്റെ സം ഒന്ന് നോക്കി നോക്കിയേ. 4 + 5 9, 9 + 6 15. ഇവിടെ 7 + 3 10, 10 + 5 15. ഇതിലെല്ലാത്തിലും എന്ത് വരും, കണ്ടോ, ഇത് രണ്ടും ഓൾറെഡി നമ്മൾ 10 എന്ന് പറഞ്ഞില്ലേ, 10 + 5 15. ഇത് നമ്മൾ 10 എന്ന് പറഞ്ഞു, 10 + 5 15. കണ്ടോ, 6 + 4 10, 10 + 5 15. അപ്പോൾ നമ്മൾ 3 ടേമും എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ടേമിൻ്റെ 3 ടൈംസ് അല്ലേ. 15 എന്ന് പറയുന്നത് എന്തായിരുന്നു, 3 ടൈംസ് നമ്മുടെ മിഡിൽ ടേം. കണ്ടോ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ, 1ഓ 2ഓ ഹാഫോ √2 എന്ത് വേണമെങ്കിൽ ആയാലും നമ്മുടെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിലുള്ള സം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ 2 ടൈംസ് ആയിരിക്കും. അതുപോലെ 3 ടേമിൻ്റെയും സം എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ടേമിൻ്റെ 3 ടൈംസ് ആയിരിക്കും. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ഇനി അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദ ടേംസ് ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ എ ടേം ഈസ് ട്വൈസ് ദിസ് ടേം. അതായത് ആ മിഡിൽ ടേമിൻ്റെ 2 ടൈംസ് ആയിരിക്കും. നമ്മൾ ഇവിടെ നമ്മൾ ഫോർത്ത് ടേം എടുത്തു, അപ്പുറത്ത് നമ്മൾ സെയിം പൊസിഷൻ ആയിരിക്കണം. കണ്ടോ, ഇതിപ്പോൾ തൊട്ട് പിന്നിലത്തെയും തൊട്ട് മുന്നിലത്തെയും അങ്ങനത്തെ ടേമുകൾ, അതായത് കോൺസിക്യൂട്ടീവ് ടേംസുകൾ എടുക്കണം കേട്ടോ. അല്ലാതെ ഇവിടെ 2 ടേം ഇപ്പുറം ഇവിടെ തൊട്ട് മുന്നിലത്തെ ടേം അങ്ങനെ എടുത്ത് നമ്മൾ നോക്കരുത്. കോൺസിക്യൂട്ടീവ് ടേംസിൽ തന്നെ തൊട്ട് മുന്നിലത്തെയും തൊട്ട് പിന്നിലത്തെയും അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റും തേർഡും ടേംസ് എന്ന് പറയുന്നത്, അതിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ 2 ടൈംസ് ആയിരിക്കും. 3 ടേമിൻ്റെയും സം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ എന്തായിരിക്കും, 3 ടൈംസ് ആയിരിക്കും. ഇനി നമുക്ക് മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതിലത്തെ മിഡിൽ ടേം 5 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മിഡിൽ ടേം എന്ന് പറയുന്നത് നേരെ തിരിച്ച് മിഡിൽ ടേം ആണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ സം 3 ടേമിൻ്റെ സം എത്രയാണെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 1/3 ഓഫ്
ആ സമ്മ്. ആ 3 ടേമും കൂടിയിട്ട് എത്രയാണ് സമ്മ്? അതിൻ്റെ 1/3. ഇവിടെ നോക്കിയേ, സമ്മ് 15 വന്നത്. അപ്പോൾ 1/3 ഓഫ് 50 എന്ന് പറയുന്നത് എത്രയാണ്? 5. കണ്ടോ? അപ്പോൾ മിഡിൽ ടേം കിട്ടാൻ വേണ്ടിയിട്ട് ആ 3 ടേമിൻ്റെ സമ്മിൻ്റെ 1/3, അതായത് 1/3 ഓഫ് ആ സം ഓഫ് ദ 3 ടേംസ്. ഇത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് പൊസിഷൻ, ഇത് നമ്മൾ തൊട്ട് മുന്നിലത്തെയും പിന്നിലത്തെയാണല്ലോ എടുത്തത്. ഇതിൽ തന്നെ ഇപ്പോൾ ആദ്യത്തെ സീക്വൻസ് ഞാൻ ഇങ്ങനെ എഴുതാം, 3, 4, 5, 6, 7. ഇപ്പോൾ നമ്മൾ 4, 5, 6 എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ തൊട്ടും മുന്നിലത്തെയും അതുപോലെ തന്നെ തൊട്ട് മുമ്പിലത്തെയും ഓരോ ടേമുകളും കൂടി എഴുതി. അപ്പോൾ ഈ 3ഉം 5ഉം 7 തമ്മിൽ എന്താ കണക്ഷൻ നോക്കാം. അപ്പോൾ 4, 5, 6 എടുത്തപ്പോൾ നമുക്ക് കണക്ഷൻ കിട്ടി അല്ലേ? ഇനി തൊട്ട്, അതായത് 2 പൊസിഷൻ പിന്നിലേക്കും അതുപോലെ തന്നെ 2 പൊസിഷൻ മുന്നിലേക്കും എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിതുപോലെ എന്ത് കാണാൻ പറ്റും? അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ ഇവിടെ ഇതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ 3 + 7 കണ്ടോ, 10. ഈ 10 എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ 2 ടൈംസ് മിഡിൽ ടേം ആണ്. അതേപോലെ തന്നെ ഈ 3ഉം 5ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ 15. അതെന്ന് പറയുന്നത് എന്താണ്? 3 ടൈംസ് മിഡിൽ ടേം ആണ്. അപ്പോൾ ആ സെയിം പൊസിഷനിൽ തന്നെ നമ്മളിതുപോലെ എടുത്താൽ, ഇനി 3 പൊസിഷൻ പിന്നിലേക്കും 3 പൊസിഷൻ മുന്നിലേക്കും എടുത്തു. ആ 2 ടേം എന്ന് പറയുന്നത് ആ മിഡിൽ ടേമിൻ്റെ എന്തായിരിക്കും? അതിൻ്റെ സമ്മ് മിഡിൽ ടേമിൻ്റെ 2 ടൈംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മൊത്തത്തിൽ ഇനി 5 ടേംസും കൂടി എടുത്തു കഴിഞ്ഞാലോ, നോക്ക്, 3 + 4 7, 7 + 5 12, 12 + 6 18, 18 + 5 25. ഈ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 25. അതെന്ന് പറയുന്നത് എന്താണ്? 5 ടൈംസ് നമ്മുടെ മിഡിൽ ടേം അല്ലേ? ഇതിന് മിഡിൽ ടേം 5 ആണ്, അത് 5 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എത്ര ടേമുകൾ അവിടെ ഉണ്ട്, അതാണ് നമ്മളവിടെ കൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ ടോട്ടല് 5 ടേംസ് ഉണ്ട്. അപ്പോൾ മിഡിൽ ടേമിൻ്റെ 5 ടൈംസ് ആയിരിക്കും എന്ത്? ആ മുഴുവൻ 5 ടേമുകളുടെ സം എന്ന് പറയുന്നത്. ഈ ടേമുകളെല്ലാം കോൺസിക്യൂട്ടീവ് ടേമുകളായിരിക്കണം കേട്ടോ. ഇവിടെ ഒരു 1ഉം അവിടെ 2 പൊസിഷനും അങ്ങനെയായിട്ട് എടുക്കരുത്. നമ്മൾ അടുത്തടുത്ത 5 ടേംസുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത്, അതിലൊരു മിഡിൽ ടേം ഉണ്ടാവില്ലേ, ആ മിഡിൽ ടേമിൻ്റെ 5 ടൈംസ് ആയിരിക്കും. അപ്പോൾ എത്രയോ നമ്മൾ നമ്പർ എടുക്കരുത്. ഇപ്പോൾ ഇനി ഇതുപോലെ 7 എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഞാനൊരു 2 എഴുതി, ഇവിടെ ഒരു 8 എഴുതി. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 7 ടേംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 7 ടൈംസ് അല്ലേ? ടോട്ടൽ 7 ടേംസ് ആണ്. അപ്പോൾ 7 ടൈംസ് മിഡിൽ ടേം ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻ മനസ്സിലായല്ലോ? ഇത് നമുക്കിവിടെ പ്രത്യേക ഒരു കാര്യം പറയാൻ പറ്റും. എന്താണ്? ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ ടേമുകളൊക്കെ എന്താണ്? ഒരു ഓഡ് നമ്പറാണ് കിട്ടുന്നത് അല്ലേ? 5, 3, 5, 7 എന്ന് പറയുന്ന ഓഡ് നമ്പറുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സം ഓഫ് ആൻ ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് അല്ലേ? ഒന്നുകിൽ 3 അല്ലെങ്കിൽ 5, അത് 7 ഓഡ് നമ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത നമ്പറുകളുമായിരിക്കണം. അപ്പോൾ ദ സം ഓഫ് ഓഡ് നമ്പർ ഓഫ് consecutive terms of an arithmetic sequence is the product of the middle term അല്ലേ? product of the middle term. അതിൻ്റെ മിഡിൽ ടേം ഏതാണോ മിഡിൽ ടേം മൾട്ടിപ്ലൈഡ് വിത്ത് നമ്പർ ഓഫ് ടേംസ്. ആ മിഡിൽ ടേമിന് എത്ര ടേമുകളുണ്ട് നമ്പർ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മൊത്തം ആ ടേംസിൻ്റെ സമ്മ് കിട്ടും. ആ അതെന്തായിരിക്കണം? കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരിക്കണം, ഓഡ് നമ്പറും ആയിരിക്കണം. ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് പറ്റില്ല അല്ലേ? ഇപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ നോക്കിയാൽ 6 ഞാൻ എടുത്തു. ഇപ്പോൾ നമുക്ക് മിഡിൽ ടേം ഇതിൽ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് ഓഡ് നമ്പർ ആയിരിക്കണം, പിന്നെ കോൺസിക്യൂട്ടീവ് ടേമുകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്രയും ടേമുകളുടെ സം എന്ന് പറയുന്നത് ദ മിഡിൽ ടേം മൾട്ടിപ്ലൈഡ് വിത്ത് ദ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വെച്ചിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റിയാണ് പേജ് നമ്പർ 26 വരുന്നത്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്